സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ. അതാണ് ഈ കേരളം. ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം. ആ മതേതരത്വ പാരമ്പര്യമാണ്. അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ മുനമ്പത്തിലും പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും. ശുഭാപ്തി വിശ്വാസികളാവുക. ലെറ്റ് us be optimistic. ശുഭാപ്തി വിശ്വാസികളാവുക. അതുപോലെ ഇന്ത്യയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കാമെന്ന് ശ്രമിക്കുന്നവരോടും ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത്, നാടിനെ ഓർത്ത്, നാടിന്റെ ചരിത്രത്തെ ഓർത്ത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ്? എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്? ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല. അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുതിച്ചു കയറുകയാണ്. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ഇന്നലെ ഒരു കർഷകൻ, മലയാളിയാണ്, അദ്ദേഹം പറഞ്ഞു, സമരത്തിന് പോയതായിരുന്നു ഡൽഹിയിൽ, ഞങ്ങളെ ചർച്ചക്ക് കഴിഞ്ഞിട്ട് 4 ദിവസം ജയിലിലിട്ടു എന്ന് പറഞ്ഞു. ചർച്ചക്ക് പോയ കർഷക നേതാക്കളെ. ദളിതർക്ക് പ്രശ്നമുണ്ട്. മാധ്യമ പ്രവർത്തകർ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ഈ രാത്രി വൈകിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ആശയങ്ങളോട്, ഈ നയത്തോട്, ഈ മതേതരത്വ സംവിധാനത്തോട് കൂറ് പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ, അവർ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അഭിമാനമാണ്. മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നങ്ങളില്ലേ ഇവിടെ? മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത നാടാണോ ഇത്? നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? എന്താണ് ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചോദ്യം കേൾക്കേണ്ടവരും ഉത്തരം നൽകേണ്ടവരുമാണ്. അതാണ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളും ആദ്യപാഠങ്ങളും പഠിക്കണം. അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ്. മതേതര ശക്തികളൊക്കെ എത്ര ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ഈ ഭേദഗതി പാസ്സായതെന്നും കൂടി ഓർക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി രണ്ടും 200ന്റെ മീതെയാണ്. ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി കിട്ടിയ വോട്ട് 200ന്റെ മീതെ, എതിരായി കിട്ടിയ വോട്ടും 200ന്റെ മീതെ. ചില്ലറ വോട്ടിന്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കയറി മേയാമെന്ന് വിചാരിക്കാവുന്ന ഭൂരിപക്ഷം ഈ രാജ്യം ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ജനാധിപത്യമാണ്, അത് തിരിഞ്ഞും മറിഞ്ഞും വരും. ഞാൻ ചില കാര്യങ്ങൾ ഓർത്തു പോകുന്നു. എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.